ത്തിന്റെ അകത്ത് അല്ലാഹ് കയറി കഴിഞ്ഞാൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം അറിയുമല്ലോ. പിന്നെ വല്ലാത്ത ഒരു ഈമാനാണ്, പിന്നെ വല്ലാത്ത ഒരു ധൈര്യമാണ്. പടച്ചവനെ അവന്റെ കയ്യും കണ്ണും കാലുമെല്ലാം അല്ലാഹു ആകുകയാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമോ? വിഗ്രഹങ്ങളെ തകർത്തതിന്റെ പേരിൽ മദ്രസയിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നമ്രൂദിന്റെ അനുയായികൾ വന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം എന്ന് പറയുന്ന ചെറുപ്പക്കാരന് പ്രവാചകനായിട്ടില്ല. പടച്ചവനെ അവിടെ നിന്ന് പിടിച്ചു കെട്ടുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ അവിടെ നിന്ന് കൊണ്ടുപോവുകയാ. എന്നിട്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചു ഇബ്രാഹിമിനൊരു വലിയ ശിക്ഷ കൊടുക്കണം, എല്ലാവർക്കും മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു ശിക്ഷ കൊടുക്കണം. ഇബ്രാഹിം നബിക്ക് അവർ കൊടുത്ത ശിക്ഷ എന്തെന്നറിയുമോ? അല്ലാഹുവേ പ്രബോധനമായിട്ട് ഇബ്രാഹിം നബി ഇറങ്ങിയപ്പോ, വിഗ്രഹങ്ങളെ തകർത്തു കളഞ്ഞപ്പോ, ഇബ്രാഹിം നബിയെ കൊല്ലുന്നതിന് വേണ്ടി അവർ തീരുമാനിച്ചത് എന്തെന്നറിയുമോ? ഒരു വലിയ ഒരു കുഴിയെടുക്കുകയാണ്, ഒരു ഭയാനകമായ ഒരു വലിയ കുഴിയെടുക്കുകയാണ്. എന്നിട്ട് ആ കുഴിക്കകത്ത് മുഴുവനും വിറകിട്ട് തീ നിറയ്ക്കുകയാ. ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്, ഒരു ഭയാനകമായ തീക്കുണ്ടാരമുണ്ടാക്കുകയാണ്. ചരിത്രം പറയുകയാ, ഒരാൾക്ക് പോലും അതിന്റെ അടുത്തേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. ആകാശത്തിലൂടെ പറന്നു പോകുന്ന പറവകൾ പോലും ആ തീയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ കരിഞ്ഞു വീഴുകയാ. അത്രയും ഭയാനകമായ ഒരു തീക്കുണ്ടാരമുണ്ടാക്കി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇടാറ്. എന്നിട്ട് അതാ ഉയരമുള്ള ഒരു സ്ഥലത്ത് കയറ്റി നിർത്തിയിരിക്കുകയാണ്. ഇബ്രാഹിം നബിയുടെ കൈകാലുകൾ കെട്ടി എന്നിട്ടൊരു അമ്പ് തയ്യാറാക്കുകയാണ്. ആ തീയിലേക്ക് ഇബ്രാഹിം നബിയെ ഇടാൻ ഒരമ്പും ബില്ലും തയ്യാറാക്കി ഇബ്രാഹിം നബിയെ കെട്ടി നിർത്തിയിരിക്കുകയാണ്. വലിച്ചിങ്ങനെ തീക്കുണ്ടാരത്തിലേക്ക് ഇടാൻ, അങ്ങനെ ഭയാനകമായ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുന്നതിന് വേണ്ടി ഇബ്രാഹിം നബിയെ റെഡിയാക്കി നിർത്തിയിരിക്കുകയാ. അപ്പോഴാണ് വരുന്നത് മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കടന്നു വരികയാ. ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരികയാ. മൂസ നബിയേ, ഒന്ന് അനുവാദം തരുമോ? ഞാൻ രക്ഷപ്പെടുത്താൻ നബിയേ, ഈ തീ ഞാൻ അണച്ചു കളയാൻ നബിയേ, ഞാൻ അങ്ങയെ സഹായിക്കട്ടെ. ആ സമയത്താണ് അല്ലാഹുവേ മൂസാ നബി പറയുന്ന, ജിബ്രീലേ, എനിക്ക് നിന്റെ സഹായം വേണ്ട, എനിക്ക് നിന്റെ സഹായം വേണ്ട. എന്നെ പടച്ച റബ്ബുണ്ടല്ലോ, എന്റെ നാഥനുണ്ടല്ലോ, ആ പടച്ച റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താൻ. എനിക്ക് നിന്റെ സഹായം വേണ്ട, എന്റെ കാര്യം നോക്കാൻ എന്റെ റബ്ബുണ്ടല്ലോ, ആ റബ്ബിനറിയാ എന്നെ രക്ഷപ്പെടുത്താ. പടച്ചവനെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് അതാ ഉല്ലാസ യാത്രയ്ക്ക് പോയ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഖുർആൻ പറയുകയാ. യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. അതാ ഇബ്രാഹിം നബി എവിടെന്ന് പറഞ്ഞ വാക്കെന്തെന്നറിയുമോ? ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് കടന്നുപോയി. പടച്ചവനെ, അതാ മാസങ്ങൾ കഴിഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലെ ഒരു രോമം പോലും കരിയാതെ, ശരീരത്തിലെ ഒരു രോമം പോലും കരയാതെ ഇബ്രാഹിം നബി ആ തീക്കുണ്ടാരത്തിൽ നിന്ന് ദിവസങ്ങൾ കഴിഞ്ഞ്, ആഴ്ചകൾ കഴിഞ്ഞു, അതിനകത്ത് നിന്ന് എഴുന്നേറ്റ് വന്നു എന്ന് ചരിത്രം പറയുമ്പോ, അല്ലാഹു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങനെയാ. തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞാ പിന്നെ എങ്ങനാ? അല്ലാഹുവിനവനെ വല്ലാത്ത ഇഷ്ടമാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ജീവിതത്തില് പ്രയാസം വരുമ്പോ, ജീവിതത്തില് ദുഃഖം വരുമ്പോ, കുത്തുവാക്കും പരിഹാസങ്ങളും അപവാദങ്ങളും ജീവിതത്തിൽ കേൾക്കുമ്പോ തകർന്നു പോകല്ലേ, പതറിപ്പോകല്ലേ. പഠിച്ചോ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ.
നിഅമൻ നസീർ. ഈ ദിക്ർ നിന്റെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. ഈ ദിക്ർ നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്നതാ. സാമ്പത്തികമായി സർവ്വതും തകർന്നു, പടച്ചവനെ തൂങ്ങാനൊന്നു തോന്നുന്ന സമയമുണ്ടല്ലോ, ഈ ജീവിതം അങ്ങ് അവസാനിപ്പിക്കാൻ തോന്നുന്ന സമയമുണ്ടല്ലോ. ഒരുത്തനെ പ്രണയിച്ചിട്ട് അവസാനം തേച്ചിട്ട് പോകുമ്പോ ചാകാൻ തീരുമാനിക്കുന്ന പെണ്ണേ, ഭർത്താവ് തലാക്ക് ചൊല്ലിയിട്ട് പോകുമ്പോ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെണ്ണ്, നാട്ടുകാരും കുടുംബക്കാരും നീ ചെയ്യാത്ത തെറ്റിന്റെ പേരില് നിന്നെ എല്ലാവരും വേദനിപ്പിക്കുമ്പോ ഈ ജീവിതം അവസാനിപ്പിക്കണമെന്ന് തോന്നുന്ന പെങ്ങള്, നാട്ടുകാർ മുഴുവനും പരിഹസിക്കുമ്പോ അപവാദങ്ങളും പരിഹാസങ്ങളും കേട്ട് കേട്ട് മടുത്ത് ജീവിതം അവസാനിപ്പിക്കാൻ തോന്നുമ്പോ വീടിനകത്ത് ഒതുപെടുത്തിട്ടും ഇരിക്കണം, വീടിനകത്ത് ഒതുപെടുത്തിട്ടും ഇരിക്കണം, എന്നിട്ട് 2 റക്അത്ത് നമസ്കരിക്കണം, എന്നിട്ട് ആ നിസ്കരിച്ച മുസല്ലയിൽ ഇരുന്നിട്ട് ഒരു 3 പ്രാവശ്യം പറയണം ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത വേദന വരുമ്പോ മോനെ നിസ്കാരപ്പായിലിരുന്നിട്ട് നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനെ പറയണം ഹസ്ബുനല്ലാഹ് ഹസ്ബുനല്ലാഹ്. ഹൃദയം പൊട്ടുന്ന വേദനയുണ്ടായാൽ ആ ഹൃദയത്തിന്റെ മുകളിൽ കൈവച്ചിട്ട് പറയണം ഹസ്ബുനല്ലാഹ്. എന്തേ പ്രതിഫലമെന്നറിയുമോ? ഇതാര് പറഞ്ഞതാണെന്നറിയുമോ? ഇബ്രാഹിം നബി നമ്രൂദിന്റെ തീക്കുണ്ടാരത്തിലേക്ക് പോകുമ്പോ പറഞ്ഞ ദിക്റാ. അല്ലാഹു സഹായിച്ചതവിടെയാ, അല്ലാഹു സഹായിച്ചതവിടെയാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയാണ് മഹദി ആയിഷ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ. ആയിഷ ബീബിക്ക് നിന്നെ പോലെ 20 25 30 35 വയസ്സില്ല. ആയിഷ ബീബി ചെറിയ പെണ്ണ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് സൗബാൻ എന്ന് പറയുന്ന ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ്. ആ സഹാബിയുമായിട്ട് ചേർത്ത് വെക്കുകയാണ്. സൗബാനും ആയിഷയും വ്യഭിചരിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഭാര്യയെ പോലും അവിടെ നിന്ന് വെറുതെ വിട്ടില്ല. പിന്നെയല്ലേ പള്ളിക്കരയിലെ പെണ്ണ്, നിന്നെ കുറിച്ച് നാട്ടുകാർ പറയുമ്പോ തകർന്നു പോകരുത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെയും ചേർത്ത് വെച്ചിട്ട് വ്യഭിചാരത്തിന്റെ ആരോപണം നടത്തുകയാ. ഭർത്താവ് മാത്രമല്ല, വീട്ടുകാര് മാത്രമല്ല, നാട്ടുകാര് മാത്രമല്ല, പടച്ചവനെ ഒരു നാട് മുഴുവനും അവിടെ നിന്ന് പറയുകയാ. എവിടെ നോക്കിയാലും ആയിഷ ബീവിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് കേട്ട് മടുക്കുകയാ. പ്രവാചകൻ എവിടെ പോയാൽ ആയിഷ ബീവിയെ കുറിച്ച് പറയുന്നതാണ് കേൾക്കുന്നത്. റസൂലുള്ളാഹി തങ്ങളൊന്നും മിണ്ടിയില്ല. വീട്ടിലേക്ക് കടന്നു വന്നിട്ട് പറയുന്നു ആയിഷ. വീടിനകത്ത് തകർന്ന് കരന്നുകൊണ്ടിരിക്കുന്ന ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആയിഷ കുറച്ച് ദിവസം നീ നിന്റെ വീട്ടിൽ പോയി നിൽക്ക്, നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക്. പടച്ചവനെ, ആയിഷാനെ അള്ളാന്റെ റസൂൽ ഇറക്കി വിട്ടതല്ല, സംശയമുള്ളത് കൊണ്ടല്ല. നിനക്ക് സമാധാനം കിട്ടാ വീട്ടിൽ പോയിരിക്കൂ, അള്ളാഹു തീരുമാനമെടുക്കട്ടെ. പടച്ചവനെ, ആയിഷ ബീവിക്കെതിരായിരുന്ന തെളിവുകൾ മുഴുവനും ആയിഷയ്ക്ക് എതിരായിരുന്നു. എന്നാലും അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു, കുറച്ചു ദിവസം സമാധാനം കിട്ടാൻ നീ നിന്റെ വീട്ടിലേക്ക് പോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നോക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പിതാവ് മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വരികയാ. വാപ്പാനെ കണ്ടപ്പോ ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയുന്നു. വാപ്പാ, ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ, ഞാൻ മുത്തുനബിയുടെ ഭാര്യയാണ്. ഞാൻ വ്യഭിചരിക്കുമോ? ഞാൻ എങ്ങനെ വ്യഭിചരിക്കുമെന്ന് എന്റെ ഉപ്പയ്ക്ക് തോന്നുന്നുണ്ടോ? അബൂബക്കർ തങ്ങൾ മിണ്ടിയില്ല. വീട്ടിൽ
വീട്ടിലേക്ക് ചെല്ലുമ്പോ 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട ഉമ്മയുണ്ടല്ലോ, മക്കളുടെ കണ്ണ് നിറഞ്ഞ സഹിക്കാൻ കഴിയാത്ത ഉമ്മയുണ്ടല്ലോ. ആയിഷാ ബീവി ഓടിച്ചെന്നിട്ട് കയ്യിൽ പിടിച്ചിട്ട് പറയുന്ന ഉമ്മ, ഞാൻ നിരപരാധിയാ, ഞാൻ നിരപരാധിയാ, ഞാനങ്ങനെ ചെയ്തിട്ടില്ല ഉമ്മ. ആയിഷയോട് ഉമ്മ പറയുന്ന മോളെ ആയിഷ, തെളിവുകൾ മുഴുവനും നിനക്കെതിരാ. തകർന്നു പോയി ആയിഷ, തകർന്നു പോയി ആയിഷ. ആ പെണ്ണുണ്ടല്ലോ, ആ ചെറിയ പ്രായക്കാരിയായ ആയിഷ ബീവി ഉണ്ടല്ലോ, വീടിനകത്തേക്ക് കേറി പെണ്ണേ നരമ്പ് മുറിച്ചില്ല, തൂങ്ങാൻ തയ്യാറായില്ല, തോക്കാൻ തയ്യാറായില്ല. ഒരു നാട് മുഴുവനും തന്നെ തെറ്റുകാരിയാണെന്ന് മുദ്രകുത്തിയപ്പോ ആയിഷ എന്ന് പറയുന്ന ചെറിയ പ്രായമുള്ള പെൺകുട്ടിയുണ്ടല്ലോ, വീടിനകത്ത് കയറി റൂമിനകത്തിരിക്കാൻ തുടങ്ങി. പടച്ചവനെ, ദിവസങ്ങൾ കടന്നുപോയി. ഓരോ ദിവസവും സുബഹിയുടെ നിസ്കാരം കഴിയുമ്പോ ആയിഷ ബീവി വീടിന്റെ വാതിലിൽ ഇങ്ങനെ നോക്കുകയാ, അല്ലാഹുവിന്റെ റസൂല് വരുന്നുണ്ടോ, മുത്തുനബി വരുന്നുണ്ടോ. ആഴ്ചകളോളം കഴിയുകയാണ്. അവസാനം ഒരു ദിവസം നോക്കുമ്പോ സുബഹി നമസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ വീട്ടിലേക്ക് കടന്നു വരികയാ, ഇറങ്ങി ഓടുകയാ. ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. പടച്ചവനെ, ഓടിച്ചെന്നിട്ട് മുത്തുനബിയുടെ കയ്യിൽ പിടിച്ചിട്ട് ആയിഷാ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തിറങ്ങിയോ നബിയേ? ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹ് പറഞ്ഞു, ഞാൻ നിരപരാധിയാണെന്ന് അല്ലാഹ് പറഞ്ഞു. റസൂലുള്ളാഹ് പറഞ്ഞു, ആയിഷ, ജിബ്രീൽ ഖുർആനിന്റെ ആയത്തുമായിട്ട് വന്നു. ആയിഷ കെട്ടിപ്പിടിക്കുകയാണ്, റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, ആയിഷ, എന്തേ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകനോട് ആയിഷ ബീവി പറയുകയാ, എനിക്കുറപ്പായിരുന്നു നബിയേ, ജിബ്രീൽ വരുമെന്ന്, ഖുർആനിന്റെ ആയത്തിറങ്ങുമെന്ന് എനിക്കുറപ്പായിരുന്നു നബിയേ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഇത്ര ഉറപ്പിച്ചു പറഞ്ഞപ്പോ റസൂലുള്ളാഹ് ചോദിക്കുകയാ, എങ്ങനെയാ ജിബ്രീലിനെ വിളിച്ചിറക്കിയത്? 7 ആകാശവും കടന്ന് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് ഖുർആനിന്റെ ആയത്തുമായി പടച്ച റബ്ബിന്റെ സഹായം നീ എങ്ങനെയാ നേടിയത്? എങ്ങനെയാണ് നീ നേടിയത്? യാ റസൂലല്ലാഹ്, ആയിഷ ബീവി പറഞ്ഞു കൊടുക്കുകയാ. അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാണ്, നീ എങ്ങനെയാണ് ഈ വീടിനകത്തിരുന്നത്? എങ്ങനെയാ മോളെ ആയിഷ നീ ഇങ്ങനെ ക്ഷമിച്ചത്? നിന്നെ കൊണ്ട് എങ്ങനെയാ ഇത് ക്ഷമിക്കാൻ കഴിയുന്നത്? എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോ എങ്ങനെയാണ് നീ പിടിച്ചു നിന്നത്? ആ സമയത്താണ് ആയിഷ ബീവി പറയുന്നു, യാ റസൂലല്ലാഹ്, നിസ്കാരപ്പായിരുന്നിട്ട് ഞാൻ പറഞ്ഞത് ഒരേ ഒരു ദിക്റാണ് നബിയേ. നെഞ്ചു പൊട്ടുമ്പോ, കണ്ണ് നിറയുമ്പോ, സഹിക്കാൻ കഴിയാതെ വരുമ്പോ, കണ്ണിലൂടെ കണ്ണുനീരൊഴുകുമ്പോ ഞാൻ പറഞ്ഞതെന്തെന്നറിയുമോ? ഹസ്ബുനല്ലാഹ്, ഹസ്ബുനല്ലാഹ്, എനിക്കല്ല മതി, എനിക്കല്ല മതി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിസ്കാരപ്പായിൽ നിന്നിട്ട് പറഞ്ഞത്, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. പറഞ്ഞത് ഈ ദിക്റായിരുന്നു, പറഞ്ഞത് ഈ ദിക്റായിരുന്നു. അതുകൊണ്ട് പഠിച്ചു വെച്ചോ, ഒരാളുടെ ഹൃദയത്തിൽ അല്ലാഹ് കേറി കഴിഞ്ഞാൽ, അല്ലാഹ് ഒരാളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ, എന്റെ പ്രിയപ്പെട്ടവരെ, തവക്കൽതു അലല്ലാഹ് പറയുന്ന മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം എന്തെന്നറിയുമോ? അവനെ അല്ലാഹു ഇഷ്ടപ്പെടുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ
എവിടെന്ന് പറയുകയാ, അള്ളാന്റെ ഖുർആൻ എവിടെന്ന് പറയുകയാ. അതുകൊണ്ട് തവക്കൽതു അലല്ലാഹ് എന്ന് പറഞ്ഞ അള്ളാഹു തരുന്ന ഒന്നാമത്തെ പ്രതിഫലം, അള്ളാഹ് നിന്നെ ഇഷ്ടപ്പെടുന്നുണ്ട്, അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. പരിശുദ്ധമായ ഖുർആൻ പറയുകയാ, പടച്ച റബ്ബ് നിന്റെ കൂടെയുണ്ടല്ലോ. എന്തിനാ മനുഷ്യ നീ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് നിന്റെ കൂടെയുണ്ടെങ്കിലോ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്? ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ച റബ്ബുണ്ടല്ലോ, നമ്മുടെ കൂടെ ഉണ്ടെങ്കിലോ. പടച്ചവനെ നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾക്ക് അധികാരമില്ല, നമ്മൾക്ക് ആൾബലമില്ല, പടച്ചവനെ നമുക്കൊത്തൊരുമയില്ല, ഒന്നുമില്ലെങ്കിലും നീ എന്തിനാ പേടിക്കുന്നത്? അല്ലാഹ് നിന്റെ കൂടെയുണ്ടല്ലോ. രണ്ടാമതായിട്ട് വേണ്ടത് തവക്കൽതു അലല്ലാഹ് എന്ന് ജീവിതത്തിൽ പറയുന്നവന്റെ കൂടെ അല്ലാഹുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. പൗരത്വ ബില്ല് വന്നാലും ഏക സിവിൽ കോഡ് വന്നാലും ഇവിടെ എന്തൊക്കെ വന്നാലും ആര് നമ്മുടെ കൂടെയുണ്ട്? അല്ലാഹ് നമ്മുടെ കൂടെയുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറ, അല്ലാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എല്ലാവരും വലിയ ടെൻഷനില്ല. ഉസ്താദെ നമ്മൾ എങ്ങോട്ട് പോകും? ഉസ്താദെ എങ്ങോട്ട് പോകും? വീട്ടിൽ പോകണം. ഓടിപ്പോയി. നമ്മൾ എന്തായാലും എങ്ങോട്ട് പോകാനുള്ളത്? ഇവർ പറയുന്നത് നമ്മൾ ഈ രാജ്യത്തിലുള്ളവരല്ല എന്ന. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ശരിയാ, നമ്മുടെ വീട് ഇവിടാണോ? നമ്മുടെ വീട് ഇവിടാണോ? നിങ്ങളെന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? നമ്മുടെ നാടിതാണോ? നമ്മുടെ തറവാടേതാ? നമ്മുടെ തറവാടേതാ? എന്താ വെടികൊണ്ടതുപോലെ ഇരിക്കണേ? പറ ചങ്ങാതി, നിന്റെ ഉപ്പുപ്പ ആയ ആദൻ നബി എവിടാ ജീവിച്ചേ? ആദൻ നബി എവിടാ ജീവിച്ചേ? എന്തിങ്ങനെ എന്നെ നോക്കണേ? ആദൻ നബി എവിടാ ജീവിച്ചേ? ഉമ്മുമ്മയല്ലേ ഹവ്വാ റളിയല്ലാഹു തആല അൻഹ. അപ്പൊ ഉപ്പുപ്പായി ഉമ്മുമ്മായി എവിടാ ജീവിച്ചത്? ഞാൻ എന്റെ വല്ലം പറ മനുഷ്യ, എവിടാ ജീവിച്ചേ? സ്വർഗത്തിൽ ഇല്ലേ? പറ, സ്വർഗത്തിലല്ലേ? നമ്മുടെ തറവാട് അതല്ലേ? അങ്ങോട്ട് പോകേണ്ടവരാ നമ്മൾ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മളിവിടെ പേടിയാ ഉസ്താദെ, എല്ലാം പോവല്ലോ ഉസ്താദെ, എന്ത് ചെയ്യും ഉസ്താദെ? 2 നില വീട് പണിതിട്ടുണ്ട്, ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇതൊക്കെ കളഞ്ഞിട്ട് എവിടെ പോവാനാ? വലിയ ബേജാറ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. പേടിക്കണം നമ്മളെ പേടിപ്പിക്കും അല്ലാഹ്. അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട്, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ വെറുതെ പോകാമെന്ന് നീ കരുതിയോ? അല്ലാഹു തന്നെ നമ്മളോട് ചോദിക്കുകയാ, എടാ സ്വർഗത്തിലേക്ക് വെറുതെ പോകാമെന്ന് നീ കരുതിയോ? ഇല്ലടാ. ഫലമ്മാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും, അനുഭവിക്കണം നീ. എന്റെ പ്രിയപ്പെട്ടവരെ, ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം പറയും. മരുഭൂമിയിൽ മലർത്തിക്കിടത്തിയിട്ട് കരിമ്പാറയെടുത്ത് നെഞ്ചത്ത് വെച്ചിട്ട് ചാട്ടവാറ കൊണ്ട് തല്ലി ചതയ്ക്കുമ്പോഴും കുടിക്കാൻ വെള്ളമോ കഴിക്കാൻ ഭക്ഷണമോ കൊടുക്കാതെ ഇവിടെ കിടന്ന് കാഫിറായിട്ട് ചാകടാ എന്ന് പറഞ്ഞ് ബിലാല് തങ്ങളെ തല്ലിച്ചതയ്ക്കുമ്പോൾ വെള്ളത്തിന് വേണ്ടി യാചിച്ചപ്പം ഒട്ടകത്തിൻ്റെ മൂത്രമെടുത്തുകൊണ്ടുവന്ന് ബിലാല് തങ്ങളുടെ മുഖത്തെ കൊഴിക്കുമ്പോഴും ബിലാല് തങ്ങൾ വിളിച്ചു പറഞ്ഞത് അല്ലാഹു അഹദ്, അല്ലാഹു അഹദ്. ഇത് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. ഇത് ഉസ്താദന്മാര് പിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ചരിത്രമല്ല. സുമയ്യ ബീവി റളിയല്ലാഹു തആല അൻഹയെ പടച്ചവനെ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കണ്ണിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഭർത്താവിന്റെ കയ്യും കാലും കെട്ടിയിട്ടിട്ട് തീ കൂട്ടിയിട്ട് കത്തിച്ചിട്ട് തലകീഴായി ജീവനോടെ തീക്കകത്ത് തലകീഴായി നിർത്തി തന്റെ ഭർത്താവിന്റെ ശരീരത്തിലൂടെ പച്ച ഇറച്ചി ഇങ്ങനെ കരിയുകയാ. തീ വെന്തിട്ട് തലയിലൂടെ രോമങ്ങളിലൂടെ ശരീരം മുഴുവനും തീ കൊണ്ടിട്ട് ഷവായി ഉണ്ടാക്കുന്നത് പോലെ അല്ലാഹുവേ പടച്ചവനെ സുമയ്യ ബീവിയുടെ ഭർത്താവിനെ ജീവനോടെ കത്തിക്കുമ്പോൾ അത് കണ്ട് സഹിക്കാൻ കഴിയാതെ ഓടിച്ചെന്ന് ഭർത്താവിനെ തീക്കുണ്ടാരത്തിൽ നിന്ന് വെളിയിലേക്ക് തല്ലിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിൽ മണലുവാരിയിട്ട് ഭർത്താവിൻ്റെ ശരീരത്തിലെ തീ അണച്ച് തൻ്റെ ഭർത്താവ് മരണത്തോട് മല്ലടിക്കുമ്പോൾ ആസിയ സുമയ്യ ബീബി റളിയല്ലാഹു തആല അൻഹ മരണത്തോട് മല്ലടിക്കുന്ന ഭർത്താവിനോട് പറഞ്ഞുകൊടുത്തു, ഇവന്മാര് കൊന്നാലും അല്ലാഹനെ കൈവിടരുത്. ഇവന്മാര് നമ്മളെ കൊന്നാലും അല്ലാഹു അഹദ്, നമുക്ക് സ്വർഗമുണ്ട്, തോറ്റുകൊടുക്കരുത്.
അബൂജഹൽ കടന്നു വന്നിട്ട് സുമയ്യ ബീവിയെ ചവിട്ടി തറയിലിട്ടു. തലയിൽ തൻ്റെ കഴുത്തിൻ്റെ ഭാഗത്ത് കാല് വെച്ചിട്ട് സുമയ്യ ബീവിയുടെ തല മണ്ണിനകത്തേക്ക് ചവിട്ടി താഴ്ത്തുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചരിത്രം പറയുകയാ, മലർത്തിക്കടത്തിയിട്ട് കുന്തമെടുത്തിട്ട് സുമയ്യ ബീവിയുടെ ഗുഹ്യ ഭാഗത്തേക്ക് കുത്തിയിറക്കിയിട്ട് പച്ചയിറച്ചി വലിച്ചെടുക്കുമ്പോഴും സുമയ്യ വിളിച്ചു പറഞ്ഞു, അല്ലാഹു അഹദ്. ഇത് പിരിക്കാനുള്ള ചരിത്രമല്ല, ഇത് കോരിത്തെരിപ്പിക്കാനുള്ള ചരിത്രമല്ല. എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അവർ സഹിച്ച ത്യാഗങ്ങളാ. ഇതൊക്കെയാണ് ഇവര് കിടക്കുന്ന സ്വർഗവ. ഈ കല്ലിങ്കാലുകാരായ നിങ്ങളും അള്ളാഹിനോട് ചോദിക്കണത്. അവര് പോണ സ്വർഗത്തിലാ നമ്മളും പോകണ്ടേ? നമുക്കെന്ത്? മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹിജറ പോകുമ്പോ, മക്കയിൽ നിന്ന് പീഡനം സഹിക്കാൻ കഴിയാതെ സഹാബികൾ മദീനത്തേക്ക് ഹിജറ പോയപ്പോ മക്കക്കാര് പറഞ്ഞുടാ, ഈ നാട്ടിൽ നിന്ന് ഉണ്ടാക്കിയത് മുഴുവനും ഇവിടെ ഇട്ടിരിക്കുന്ന വസ്ത്രത്തോടെ നീയോ അള്ളായും പൊക്കോളാൻ. എന്തേ പറഞ്ഞേ? എടാ, ഈ നാട്ടിൽ ഉണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവനും ഇവിടെ ഇട്ടിട്ട് നീയും മുഹമ്മദും നിന്റെ മതവും പൊക്കോടാ എന്ന് പറഞ്ഞപ്പോ നിന്റെ ഒന്നും എനിക്ക് വേണ്ടടാന്ന് പറഞ്ഞ് കളഞ്ഞിട്ട് ഉടുതുണിയും വെച്ചുകൊണ്ട് മദീനത്ത് പോയവരാ സഹാബത്ത്. നമ്മളോട് പറയുന്നു വീട് പോകും പറമ്പ് പോകുമെന്ന് പറയുമ്പോഴേ നമ്മൾ വിറയ്ക്കാൻ തുടങ്ങി, നമ്മൾ പേടിക്കാൻ തുടങ്ങി. സഹോദര, ചിന്തിക്ക്, നമ്മൾ ഇവിടെ നിന്ന് പോകേണ്ടവരാ. നമ്മൾ ഇവരൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യും എങ്കിലെങ്കിൽ ഇത് നേരെ ആവത്തുള്ളൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസ് നേരെയാകണമെങ്കിൽ അത് കള്ളമാകത്തില്ലല്ലോ. അപ്പൊ അതിന്റെ തുടക്കമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിരട്ടലുകൾ 4 ഭാഗത്ത് നിന്നും നടക്കും. 4 ഭാഗങ്ങളിൽ നിന്നും കൊല്ലും, കരിക്കും, വെട്ടും എന്നൊക്കെ പറഞ്ഞ് പലരും വരും. നമ്മൾ എന്ത് ചെയ്യരുത്? പേടിക്കരുത്. നമ്മളിങ്ങനെ ഓലപ്പടക്കങ്ങളൊക്കെ കാണിക്കുമ്പോഴേ വരണ്ടു തുടങ്ങിയ ഇനി അമുട്ടൊക്കെ വരുമ്പോ എന്ത് ചെയ്യും സഹോദര? ഇനി വലുതൊക്കെ വരാനുള്ളതല്ലേ ഉള്ളൂ. എന്റെ പൊന്നാര സഹോദരങ്ങളെ, നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. പേടിച്ചോടല്ലേ, കയ്യാലി വിറയ്ക്കല്ലേ. നിങ്ങൾ അല്ലാഹ് ആരാന്ന് മനസ്സിലാക്ക്. മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മദീനയിലേക്ക് ഹിജറ പോകുകയാണെന്നറിഞ്ഞപ്പോ ശത്രുക്കൾ മുഴുവനും വാളുവെടുത്തു കൊണ്ടുവന്നിട്ട് മുത്തി നബിയുടെ വീട് വളഞ്ഞു. ഇറങ്ങുമ്പോ വെട്ടിക്കൊന്നേക്കണം. ആരാണോ കാണുന്നത് അപ്പൊ തന്നെ വെട്ടിക്കൊള്ളണം. എല്ലാവരും വാള് പിടിച്ചുകൊണ്ട് പ്രവാചകന്റെ വീട് വളഞ്ഞിരിക്കുകയാ. വീടിനകത്താണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു. മുത്തി നബി ചോദിച്ചു, അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളോട് ചോദിച്ചു, നീ ഇവിടെ കിടക്കോ? അലിയാര് തങ്ങളുടെ ധൈര്യം പഠിക്കേണ്ടത്. ഞാൻ ഇവിടെ കിടക്കും നബി, എനിക്കെന്താ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്ന സ്ഥലത്ത് അലിയാര് തങ്ങളെ കിടത്തി. പ്രവാചകൻ യാത്രയ്ക്ക് വേണ്ടി തയ്യാറായപ്പോ അല്ലാഹ് ആരാന്ന് പഠിക്കണം മുസ്ലിം. ആദ്യം നിനക്ക് ഇതുവരെ അല്ലാഹി തിരിഞ്ഞിട്ടില്ല. അല്ലാഹ് ആരാണെന്ന് നീ പഠിക്ക്. മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു, നബിയെ, യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങുമ്പോ ഒരു പിടി മണ്ണ് വാരണം. കയ്യിൽ ഒരു പിടി മണ്ണ് വാരിയിട്ട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തു യാസീൻ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ ഖുർആൻ പറയുന്നു. മുത്തി നബിയോട് പറഞ്ഞു, നബിയെ, യാസീനിലെ ഈ ആയത്ത് ഓതണം, എന്നിട്ട് മണ്ണിലൂതിയിട്ട് വാതില് തുറക്കണം, ഒറ്റ ഏറെറിയണം, ഇറങ്ങിപ്പൊക്കോണം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അലിയാര് തങ്ങളെ പിടിച്ച് കിടത്തിയിട്ട് ജിബ്രീൽ AK-47 അല്ല കൊണ്ടു കൊടുത്തത്. ആദ്യം മനസ്സിലാക്കട പൊട്ട. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ബോംബും അമുട്ടും തോക്കും ഒന്നുമല്ല കൊടുത്തേ. ഒരു പിടി മണ്ണ് വാരാൻ പറഞ്ഞു. അതിനകത്ത് എന്താ ഉള്ളേ? ഒരു പിടി മണ്ണ് വാരിയിട്ട് ഖുർആനിലെ യാസീനിലെ ഒരു ആയത്തോതണം, വാതില് തുറന്നെറിയണം, എന്നിട്ട് അവന്റെ കണ്ണിന്റെ മുന്നിൽ കൂടെ ഇറങ്ങി പോകാനാ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂല് പോയില്ലേ? അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. അതാ മനസ്സിലാക്കണം. ഇതാണ് അള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരുടെ കണ്ണിന്റെ മുന്നിലൂടെ ഇറങ്ങിപ്പോയി. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വാഹനവുമായിട്ട് കാത്തു നിൽക്കുകയാ. അവസാനം റസൂലുള്ള ചോദിച്ചു, അബൂബക്കർ, നീ എന്റെ കൂടെ വരുന്നുണ്ടോ? ഞാൻ റെഡിയാ നബി, എല്ലാം റെഡിയാക്കി നിൽക്കുക. വരുന്നുണ്ടോ? ചാടി കൂടെ കയറി.